Good morning. Today going to talk about progress and context. Medical sociology എന്ന സബ്ജക്റ്റിലെ 4th യൂണിറ്റിലെ പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. In 2008, the 30th anniversary of Alma Ata primary health care was reaffirmed as the key global strategy of attaining optimal health. അതിൻ്റെ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അൽമാറ്റയുടെ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സെലിബ്രേറ്ററി മീറ്റിംഗ്സ് were under the auspicious വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇൻ ഓൾ ഇറ്റ്സ് റീജിയൻസ്. അവരെല്ലാ റീജിയനിലും അതിനുള്ള മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. The World Health Report 2008 then was devoted to PHSC. The Lancet produced a themed issue of PHSC. നമുക്ക് PHSCക്കുള്ള റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് ഉണ്ടായിട്ടുള്ളത്. In the 30 years since Alma Ata Declaration, there has been significant progress in global health within all over increase the life expectancy. ലൈഫ് എക്സ്പെക്ടൻസി കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്ലോബൽ ഹെൽത്തും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. However, rapidly widening inequalities in ഹെൽത്ത് എക്സ്പീരിയൻസ് വിത്തിൻ കൺട്രീസ്. പക്ഷേ രാജ്യങ്ങൾ തമ്മിലുള്ള ഹെൽത്ത് എക്സ്പീരിയൻസിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും കിട്ടിയിട്ടുള്ള ചികിത്സകളെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈവൻ റിവേഴ്സൽസ് ഇൻ ആഫ്രിക്ക ആൻഡ് ഫോർമർ സോവിയറ്റ് കൺട്രീസ് ലെഡ് ടു റീ എക്സാമിനേഷൻ ഓഫ് കറണ്ട് കോണ്ടാക്ട്സ് ആൻഡ് കണ്ടന്റ് ഓഫ് ദ ഹെൽത്ത് പോളിസീസ്. അത് വീണ്ടും അവർ അതിനെക്കുറിച്ചിട്ട് പഠിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. Alma Ata Declaration failed to lead the Health for All Commission Social Determinants of Health 2008. അതിനുശേഷം സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് 2008 വന്നപ്പോൾ ഓൾറെഡി അതെന്തായി, Alma Ata Declaration ഫെയിൽ ആവാനായിട്ടുള്ള കാരണമായി. ഇനി ഫോർ അസാൾട്ട് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. പ്രൈമറി ഹെൽത്ത് കെയറിന് ഉണ്ടായിട്ടുള്ള 4 മെയിനായിട്ടുള്ള വെല്ലുവിളികൾ, അസാൾട്ട് ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് പ്രൈമറി ഹെൽത്ത് കെയർ. പ്രൈമറി ഹെൽത്ത് കെയറിലെ Alma Ata ഡിക്ലറേഷനിൽ 70s പറഞ്ഞിട്ടുണ്ടാകുന്ന ഹെൽത്ത് ഫോർ ഓൾ ആണ്. അത് മാറ്റിയിട്ട് ആ ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. അതായത് എല്ലാവർക്കും ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കുന്നതിന് പകരമായിട്ട് ചില ആൾക്കാർക്ക്, അതായത് ആവശ്യക്കാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. വൈൽ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റിങ് ഇൻ PHSC സ്ട്രാറ്റജീസ് മിഡിൽ ഇൻകം കൺട്രീസ്. ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിനാണ് കൂടുതൽ, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിലാണ്. സെലക്റ്റീവ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തുടങ്ങി. അത് then the later insist on integration of rehabilitative therapy and preventive promotive intervention and emphasis of 2 latter components. സെലക്റ്റീവ് PHSകളിലൊക്കെ എന്ത് ചെയ്യാണ്, ഇൻ മെനി LMICs certain selected medical മോസ്റ്റ്ലി തെറാപ്റ്റിക് ആൻഡ് പേഴ്സണൽ പ്രിവെൻറ്റീവ്. അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റൊക്കെ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് വന്നപ്പോൾ സൊസൈറ്റിക്ക് മൊത്തമായിട്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും ലോവർ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പുകാർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തുടങ്ങി. ദ Alma Ata Declaration was one of the expression of development thinking of 1970, where the non-aligned movement declared its own commitment to new international economic order. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. ഇൻട്രൊഡ്യൂസ്ഡ് ഏർലി 90s. പിന്നെ ഉണ്ടായിട്ടുള്ള മറ്റൊരു തിരിച്ചടിയാണ് ഇൻട്രൊഡ്യൂസ് ഏർലി 80s ആൻഡ് 90s. 670th ഗവൺമെൻറ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് നോർത്ത് ലോൺഡ് വാസ്റ്റ് എമൗണ്ട് ഓഫ് മണി ടു പുവർ കൺട്രീസ് സൗത്ത് ടു പ്രൊമോട്ട് മോഡൽ ഡെവലപ്മെൻറ്റ്. അതായത് പുവർ കൺട്രീസിന് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, കൂടുതലായിട്ടുള്ള ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് ഹെൽത്തിന് വേണ്ടി ചിലവഴിക്കാനായിട്ട് തുടങ്ങി. പിന്നെ വരുന്ന വേൾഡ് ബാങ്കാണ്. വേൾഡ് ബാങ്ക് ഇതുപോലെ വേൾഡ് ഹെൽത്ത് പോളിസി കണ്ടക്ട് ചെയ്തു. ഡോക്യുമെൻ്റ് റിപ്പോർട്ട്സുകളൊക്കെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി മെക്കഡനൈസേഷൻ ഓഫ് WHO ആൻഡ് യൂണിസെഫ്. അതായത് മെക്കഡോണമൽ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് പാർട്ട്ണർഷിപ്പ് ചേർന്ന് ഗവൺമെൻറ്റായിട്ട് ചെയ്യുന്നതിന് പകരം പ്രൈവറ്റ് കമ്പനികളും കൂടി ചേർന്ന് കൊക്കോകോള, മെക്ഡോണൽ കമ്പനികളൊക്കെ ചേർന്ന് ചൈൽഡ് കെയറിൻ്റെ കാര്യങ്ങളായാലും യൂണിസെഫ് ചൈൽഡ് കെയറിന് അതിൻ്റെ താഴെയാണ് ചൈൽഡ് കെയർ വരുന്നത്. അപ്പോൾ അത് ചൈൽഡ് കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അതാണ് മെയിനായിട്ട് വന്നിട്ടുള്ള തിരിച്ചടികളായിട്ട് പറയുന്നത്. ഓക്കെ.